കമ്മ്യൂണിസം ആകാം, ബട്ട് അടിമകളാവരുത്. ഞാൻ അടിമ ആവാതിരിക്കുക, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങൾ അടിമകളാവാതിരിക്കാൻ നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ 10 കൊല്ലം മൂപ്പർ ചെയ്ത പ്രവൃത്തി കണ്ടാൽ തന്നെ അയാളെ ഫാൻ ആവാൻ വേറെ ഒരു കാര്യവും വേണ്ട. ഓക്കെ, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് പിണറായി വിജയൻ. അത് ഞാൻ ഭയങ്കര പ്രൗഡ്ലി പറയും. പിന്നെ ഒരു കാര്യം, ഒരു നന്ദി ഇല്ലാത്ത കുറെ എണ്ണം ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്ത് എന്താ ചെയ്യാത്തത്, എന്താ ചെയ്യാത്തത്? ഗതാഗതം, വിദ്യാഭ്യാസം, ഹോസ്പിറ്റൽ കേസ്, എല്ലാ കാര്യത്തിലും എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പോട്ടെ, ഇതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ നാച്ചുറൽ കലാമിറ്റീസ് വന്ന സമയത്തായിക്കോട്ടെ, ഇതൊക്കെ പിന്നെയും എനിക്ക് പറയണമെന്നൊന്നും ഇല്ല. നിങ്ങളൊക്കെ നന്ദി ഇല്ലാതെ കുറെ എണ്ണം എന്താ ചെയ്ത് ചോദിക്കും. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതൊന്നും നുള്ളിപ്പെറുക്കി എനിക്ക് പറയാൻ താല്പര്യമില്ല. അതിലേക്ക് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നൊന്നുമില്ല. സുഹൃത്തുക്കളെ, ഇത് ബിഗ് ബോസ് താരം നൂറ മസ്കാൻ പിണറായിൻ്റെ ഹ്യൂജ് ഫാനോ ഹ്യൂജ് അല്ലാത്ത ഫാനോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷേ ഉണ്ടല്ലോ, ഈ ഇലക്ഷൻ തോറ്റിന് ശേഷം കുറേ ആൾക്കാർ പിണറായി എന്നുള്ള വ്യക്തിയെ വ്യക്തിപരമായിട്ട് താറടിക്കുന്നത് കണ്ടു. അതായത് ജയിക്കുമ്പോഴും അധികാരം കിട്ടുമ്പോഴൊക്കെ കൂടെ നിൽക്കുക, എന്നിട്ട് അധികാരമൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റ ചവിട്ട് കൊടുക്കുക. അത് കുറേ ആൾക്കാരെ കൂടുതൽ സ്വഭാവമാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളീസിൻ്റെ, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. വേറെ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടില്ല. പിന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. കുറേ വികസനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ ഒരു പബ്ലിക്കിൽ പ്രസംഗിക്കുകയാണ്, അതായത് പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ, അങ്ങനെ പ്രസംഗിക്കേണ്ട ഇടയിൽ ഒരു സാധാരണക്കാരൻ, അയാൾ പാർട്ടിക്കാരനോ അല്ലാത്തവനോ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, വെറുതെ അയാളൊരു ചോദ്യം ചോദിക്കുക, അപ്പോൾ സഖാവിൻ്റെ വാക്കുകൾ ഈ വീട്ടിൽ പോയി ചോദിച്ചു. അങ്ങനെ കുറേ വ്യക്തിപരമായിട്ടുള്ള ധാർഷ്ട്യവും, അതേപോലെ തന്നെ നിങ്ങൾ ഫ്ലക്സ് ഒക്കെ നോക്കി മറ്റാരുണ്ട് LDF, അതിൽ പിണറായി അല്ലാതെ വേറൊരാളെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതായത് ഒരു വ്യക്തിയിലേക്ക് എല്ലാം ചുരുങ്ങി, എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തി, ക്യാപ്റ്റൻ, അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയപ്പോൾ പാർട്ടിക്കാർ തന്നെ തീരുമാനിച്ചു ഇപ്രാവശ്യം LDF വോട്ട് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരിക്കലും ഏത് സുനാമിയിലും തകരാത്ത കോട്ടകൾ വരെ ഇപ്രാവശ്യം പൊട്ടിയില്ലേ? അതിന് കാരണം അത്രേ ഉള്ളൂ. അതായത് സ്വന്തം അണികളും അനുഭാവികളും വരെ മാറ്റി വോട്ട് ചെയ്തു. കാരണം ഇനിയൊരു തുടർഭരണം വേണ്ട, കാരണം കേരളത്തിൽ ഈ ഒരു പാർട്ടി നിലനിൽക്കണം. അല്ലാതെ പിണറായി ഒന്നും ചെയ്യാത്തതുകൊണ്ടല്ല, ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരിപ്പാത. അപ്പോൾ നമുക്ക് ഒരു കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പണ്ടൊക്കെ യാത്ര ചെയ്തെങ്കിൽ ഒരുപാട് സമയങ്ങളും ട്രാഫിക്കും ബ്ലോക്കും കാര്യങ്ങളും. അപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ NH പദ്ധതി തന്നെയാണെന്ന് സംശയം വേണ്ട. കേന്ദ്രത്തിൻ്റെ പദ്ധതി, കേന്ദ്രം പൈസ കൊടുക്കുന്നതാണ്. പക്ഷേ ഈ ഒരു 6 വരിപ്പാത വരണമെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡ് അത് സംസ്ഥാനം ഏറ്റെടുത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുള്ളൂ. അങ്ങനെ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉപേക്ഷിച്ച പദ്ധതിയായിരുന്നു. കാരണം സ്ഥലം ഏറ്റെടുപ്പും പൈസ കൊടുക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മാർക്കറ്റ് വാല്യൂവിൻ്റെ 3 ഇരട്ടി പൈസ കൊടുത്ത്, അതായത് 5 ലക്ഷം വില ഉണ്ടെങ്കിൽ 15 ലക്ഷത്തോളം രൂപ അവിടുത്തെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആ റോഡിൻ്റെ പക്കത്തുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു പദ്ധതി പിണറായി യാഥാർത്ഥ്യം. അതായത് വികസനം ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള തോന്നൽ ആർക്കുമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളായാലും കോളേജായാലും അതേപോലെ തന്നെ ആശുപത്രി, അങ്ങനെ ഒരുപാട് പണ്ടത്തെ മാതിരിക്കല്ല, അപ്പോൾ ഒരുപാട് മെച്ചങ്ങളും വികസനങ്ങളൊക്കെ വന്നു. പക്ഷെ എന്തായാലും ആൾക്കാരെ മനസ്സിലൊന്ന് മാറട്ടെ എന്നുള്ള ചിന്ത, അതിനെ തകർക്കാൻ ഒന്നിനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം ഇത്ര വമ്പൻ ദയനീയമായിട്ടുള്ള തോൽവി വരാനുള്ള രണ്ടാമത്തെ കാരണം. ഒന്ന് വ്യക്തി കേന്ദ്രീകൃതമായി ധാർഷ്ട്യവും അഹങ്കാരം കൂടി ചോദ്യം ചോദിക്കേണ്ട ആൾക്കാരോട് വീട്ടിൽ പോയി ചോദിച്ചു എന്ന് പറയുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് വെറുപ്പ് കൊടുക്കും. പിന്നെ ടാക്സ്, കറണ്ട് ബില്ല് കൂട്ടിയത്, ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് ടാക്സ്, ഓട്ടോറിക്ഷക്കാരുടെ ടാക്സ്, അതായത് സാധാരണക്കാർ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി എന്ന് പറയാം. അല്ലാതെ വികസനം ചെയ്യാത്തതുകൊണ്ട്, വികസനമൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 100 പറയേണ്ട ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇനി ഈ പറയുന്നത് ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ ഒന്ന് നടപ്പിലാക്കി കണ്ടാൽ മതി, കൂടുതലൊന്നുമില്ല. നടപ്പിലാക്കിയാൽ നല്ലത്. ഘോര പ്രസംഗങ്ങളും വാഗ്ദാനങ്ങളും മാത്രമാണോ ഇതൊക്കെ പ്രാക്ടിക്കലി നടക്കും? അടുത്ത മാസം 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നൂറ പറയുന്നത് VD സതീശൻ പറഞ്ഞിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി, UDF ജയിച്ചു കഴിഞ്ഞാൽ KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ യാത്ര എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടക്കോ ഇല്ലേ, നടന്ന് കണ്ടാൽ മതി എന്നൊക്കെ നൂറ ബിഗ് ബോസ് താരം പണ്ടത്തെ പറയുന്നത്. അപ്പോൾ ഒരു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു സർക്കാരാണ് കയറിയിട്ടില്ലല്ലോ, ഒരു മുഖ്യമന്ത്രി ആരാന്നും കൂടി തീരുമാനിച്ചിട്ടില്ല. ആ സർക്കാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ സർക്കാർ കുറച്ച് ദിവസമൊക്കെ ഒന്ന് നിന്നിട്ട് പറയണ്ടല്ല അതിനൊരു ശരി. അല്ലാതെ ഇത് വരുമ്പോഴത്തേനും അത് നടപ്പാക്കൂല, അതൊന്നും ശരിയല്ല. അവർ നടപ്പാക്കില്ല, അതൊക്കെ ഓരോ വിഷയം. നടപ്പാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ, ഇപ്രാവശ്യം UDF വോട്ട് ചെയ്ത് അതേ ജനങ്ങൾ അടുത്ത പ്രാവശ്യം മറിച്ച് കുത്തും LDF. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്ത്രീകൾക്കുള്ള ഫ്രീ യാത്ര, കോളേജ് കുട്ടികൾക്ക് 1000 രൂപ, ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ ഇൻഷുറൻസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ എണ്ണി പറയാൻ കഴിയണില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ സ്ത്രീകൾക്ക് 1000 രൂപ വേറെ
ഇതൊക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. അത് ഓരോ പഠിച്ചിട്ടല്ലേ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. വി ഡി സതീശൻ പഠിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക. എവിടെയെങ്കിലുമൊക്കെ എടുത്തോട്ടെ, കാര്യങ്ങൾ നടപ്പാക്കണം. കാരണം ആൾക്കാർക്ക് നടപ്പിലാക്കിയിട്ട് സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നേരെ മറിച്ച് കുത്തും. അത്രേ ഉള്ളൂ. അതാണ് നൂറിനോട് പറയാനുള്ളൂ. ഒരു കയറിയിട്ട് ഭരിക്കട്ടെ, ഒരു കൊല്ലമൊക്കെ ആവട്ടെ. എന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാമല്ലോ. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ, ആൾക്കാർ സ്വഭാവം മാറും, മറിച്ച് കുത്തും. അത്രേ ഉള്ളൂ. 10 വർഷം UDF പ്രതിപക്ഷത്തിരുന്ന് ഒരു ഭരണവും ഇല്ലാതെ കുറേ അധികം അനുഭവിച്ചിട്ടില്ല, സഹിച്ചിട്ടുണ്ടാവില്ലേ, ഒരു സങ്കടങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ 5 വർഷം കൂടുമ്പോഴാണ് ഭരണം മാറല്. പക്ഷേ സഡൻലി കോവിഡ്, കൊറോണ, പ്രളയം ഇതൊക്കെ വന്നപ്പോൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു തുടർഭരണം കിട്ടി. അപ്പോൾ ആ ഒരു സമയത്ത് ഓർക്ക് വലിയൊരു ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ UDFകാർക്ക്. അതേ ബുദ്ധിമുട്ടും സങ്കടങ്ങളും LDF ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ചരിത്രത്തിൽ വിചാരിക്കാത്തൊരു തോൽവി. ഞാൻ ഇതിലൊന്നും എന്താ പറയുക സന്തോഷിക്കുന്ന ഒരാളല്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം LDFും UDFും ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പിണറായി വിജയൻ്റെ ഈ അപ്രതീക്ഷിത 8 നിലയിലുള്ള ഒരു പരാജയം കണ്ടിട്ട് കുറേ ആൾക്കാർ ചവിട്ടി താത്തി അപേക്ഷിക്കുന്നത് കണ്ടു. കേരളം വൈകാതെ ബംഗാളും ത്രിപുരയാവും, കമ്മ്യൂണിസം അവസാനിക്കുന്നൊക്കെ. ഒരിക്കലുമില്ല. കമ്മ്യൂണിസം ഒന്നും ഒരിക്കലും അവസാനിക്കില്ല. കമ്മ്യൂണിസം കേരളത്തിൽ അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പിന്നെ ഇല്ല. പിന്നെ വെറും വർഗീയതയും മതഭ്രാന്തും മാത്രമാവും ഇവിടെ. കാരണം 2 ചേരിയാവും. മനസ്സിലായില്ലേ? ഏതൊക്കെ ചേരിയെന്നൊന്നും ഞാൻ പറയണില്ല, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആ ഒരു സവിശേഷതയും തനിമ നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസം ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം LDFനെ ആൾക്കാർ പ്രതിപക്ഷത്തിരുത്തിയത്. കാരണം ഇനിയും ഒരു തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആ തുടർഭരണത്തിൻ്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു പവർ, അതിൽ സാധാരണ ജനങ്ങളാണ്ട് മാറ്റി നിർത്തിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് പാർട്ടിയെ രക്ഷിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്ന് പ്രതിപക്ഷത്തായത് നന്നായി. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു തുടർഭരണം പാർട്ടിയെ നാശത്തിലേക്ക് ബംഗാൾ പോലെ ആക്കും.